ഇനി നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ചതുർഭുജ പരപ്പ് എന്നുള്ളൊരു ഭാഗമാണ്. അതായത് ആദ്യം തന്നെ ചതുർഭുജങ്ങൾ എന്നാൽ എന്താണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളോട് കൂടിയ അടഞ്ഞ രൂപങ്ങളാണ് ചതുർഭുജം എന്ന് പറയുന്നത്. അതിനൊരുപാട് ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതായത് ബുക്കുകൾ, ചീട്ട്, ബോർഡ്, മൊബൈൽ ഫോൺ, വീടിൻ്റെ മേൽക്കൂര, ഇതൊക്കെ ചതുർഭുജങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെൽപ്പാടങ്ങൾ, ഇതൊക്കെ ചതുർഭുജത്തിൻ്റെ ഉദാഹരണങ്ങളായി കാണിക്കുന്നതാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് കാണേണ്ടത് ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താണ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു എളുപ്പത്തിൽ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിനു മുന്നേ ത്രികോണങ്ങളിൽ പല ടൈപ്പുണ്ട്. അതിൻ്റെ വശങ്ങളുടെ അടിസ്ഥാനത്തിലും കോണുകളുടെ അടിസ്ഥാനത്തിലും ത്രികോണങ്ങളെ 6 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നീട് പറയുന്നത് ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് അവയുടെ പാദത്തിൻ്റെയും ഉയരത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണെന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം കൂടിയാണ് നമ്മളിനി പറയുന്നത്. അതായത് പാദം 4 സെൻറ്റിമീറ്ററും ഉയരം 3 സെൻറ്റിമീറ്ററുമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പരപ്പളവാണ് നമ്മളോട് കാണുന്നത്. 4 × 3 ഹരിക്കണം 2. അതെത്ര കിട്ടും? 12/2 6 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അതായത് 6 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയുന്നത്, ഇനി നമുക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടി. നമുക്കിനി കണ്ടുപിടിക്കുന്നത് എന്താണ്? ചതുർഭുജത്തിൻ്റെ പരപ്പളവാണ്. ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണിപ്പോൾ ഒരു ചതുർഭുജം എന്ന് വിചാരിക്കാം. ചതുർഭുജത്തെ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് ഉപയോഗിച്ച് എങ്ങനെ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം എന്നുള്ളത് പറയാം. ആദ്യം ഇതൊരു ചതുർഭുജമാണ്. ഈ ചതുർഭുജത്തിനെ വികർണത്തിലൂടെ മുറിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ത്രികോണങ്ങൾ കിട്ടും. ഈ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ കൂടി ചേരുമ്പോഴാണല്ലോ നമുക്കൊരു ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കിട്ടുക. അങ്ങനെ നമുക്ക് ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. അല്ലാതെ ഒരു സമവാക്യ രൂപത്തിൽ നമുക്ക് ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ചതുർഭുജമാണ്. ഇത് ചതുർഭുജത്തിൻ്റെ വികർണമാണ്. അതിന് നമ്മൾ D എന്നുകൊണ്ടുള്ളൊരു അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇത് H, അതായത് എതിർമൂലയിൽ നിന്ന് ആ വികർണത്തിലേക്കുള്ള അകലത്തിനെ നമ്മൾ H1 എന്ന് വിളിച്ചു. പിന്നെ മറ്റു മൂലയിൽ നിന്ന് വികർണത്തിലേക്കുള്ള ദൂരത്തിന് നമ്മൾ H2 എന്ന് വിളിച്ചു. അപ്പം ഈ അളവുകൾ ഉപയോഗിച്ച് എങ്ങനെ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം എന്നതാണ് പറയുന്നത്. അതായത് ഒരു ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വികർണത്തിൻ്റെയും എതിർമൂലകളിൽ നിന്ന് ആ വികർണത്തിലേക്കുള്ള അകലങ്ങളുടെ തുകയുടെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. അതായത് ഈ ചതുർഭുജത്തിൻ്റെ ഈ ഒരു ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വികർണത്തിൻ്റെയും അതുപോലെ അതിൻ്റെ എതിർമൂലകളിൽ നിന്ന് ആ വികർണത്തിലേക്കുള്ള അകലത്തിൻ്റെയും തുകയുടെയും അകലങ്ങളുടെ തുകയുടെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ്. അല്ലേ? ഗുണനഫലത്തിൻ്റെ പകുതിയാണ് ഒരു ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്നാണ് പറയുന്നത്. അപ്പം ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എന്താണെന്ന് പറഞ്ഞത്? ഒരു വികർണത്തിൻ്റെയും എതിർമൂലകളിൽ നിന്ന് ആ വികർണത്തിലേക്കുള്ള അകലങ്ങളുടെയും തുകയുടെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ് ഒരു ചതുർഭുജത്തിൻ്റെ പരപ്പളവ്. ½ D × H1 + H2 ആണ് ചതുർഭുജത്തിൻ്റെ പരപ്പളവ്.